അനീഷേട്ടൻ അത്രയ്ക്കൊന്നുമില്ല. സാബുമാൻ ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞതാണ്. അതിന് ലാലേട്ടൻ പറഞ്ഞ മറുപടി, അതായത് ലാലേട്ടൻ എങ്ങനെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ അനീഷിന് വേണ്ടി നിലകൊണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതായിരുന്നു. കാരണം അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അന്ന് ഞാൻ അനീഷേട്ടൻ അത്രയൊന്നും ഇല്ലേ, എന്നാൽ ഞാൻ അനീഷിനെ സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ വേണമെങ്കിൽ ലാലേട്ടനെ നിർത്താമായിരുന്നു. പക്ഷേ ലാലേട്ടൻ പിന്നെയും തുടർന്ന് പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ എന്ന്. അത് കഴിഞ്ഞ് ലാലേട്ടൻ അനീഷിനെ വിളിക്കുന്നത്, ലാലേട്ടൻ ശരിക്കും അനീഷ് എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക ഒരു സ്നേഹം. ലാലേട്ടനെ ശരിക്കും അറിയാം അനീഷ് വളരെ ജെന്യുവിനാണ്, വളരെ സത്യസന്ധനാണ്. കുറേ കാലം വീക്കെൻഡിൽ വന്ന് ഇൻട്രാക്ട് ചെയ്യല്ലേ. അപ്പോൾ അവൻ്റെ എല്ലാം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് കാര്യത്തിനാണെങ്കിലും ലാലേട്ടൻ ഒരു അവസാനമാക്കുന്നുള്ള രീതിയിൽ അനീഷിൻ്റെ അഭിപ്രായം എടുക്കാറുണ്ട്. ലാലേട്ടൻ ശരിക്കും അനീഷിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ബാക്കിയുള്ള എന്താ പറയുക, ബിബിയുടെ ക്രൂവിൻ്റെ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് പല രീതിയിലൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ ലാലേട്ടന് ശരിക്കും അറിയാം അനീഷ് നല്ലൊരു മനുഷ്യനാണെന്നും അത് മാത്രമല്ല നല്ലൊരു ഗെയിമറാണെന്നും, ഗെയിം അറിയാമെന്നും ലാലേട്ടൻ അറിയാം. ലാലേട്ടൻ 7 സീസണായിട്ട് ഒരുപാട് ആളുകളെ കണ്ട്, ഒരുപാട് ഗെയിമേഴ്സിനെയും അല്ലാത്തവരെയും മനുഷ്യരെയും എല്ലാവരെയും കണ്ട്, സേഫ് ഗെയിം എല്ലാത്തിനെയും കണ്ട് പോകുന്നതാണല്ലോ. അപ്പോൾ ആ ലാലേട്ടനെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അനീഷിനോട് കാണിച്ച, അനീഷിന് വേണ്ടി നിലകൊണ്ട, അനീഷിന് വേണ്ടി എടുത്ത ആ സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നൂറ അനീഷിനെ കുറിച്ച് പറയുന്നത്. നൂറ ശരിക്കും ഉണ്ടല്ലോ, ശരിക്കും നൂറയ്ക്ക് നല്ല ഒബ്സർവേഷൻ പവറാണ്. ശരിക്കും എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ, അതിലേക്കാളും കുറച്ചുകൂടെ ആളുകളെ മനസ്സിലാവുന്നതും കാര്യങ്ങൾ മനസ്സിലാവുന്നതും നൂറയ്ക്കാണ്. പക്ഷേ കുറച്ചുകൂടെ ഡോമിനേറ്റിംഗ് പവർ ആദിലേക്കാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ വീക്കെൻഡിലൊക്കെ നൂറ എല്ലാ രീതിയിലും, ടാസ്കുകളിലാണെങ്കിൽ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും മികച്ച് നിൽക്കുകയാണ്. നൂറ ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞത് അനീഷേട്ടൻ ഇല്ലാതായാൽ എന്താവും അവസ്ഥയെന്ന്. ഇപ്പം നൂറയ്ക്കല്ല, അനീഷേട്ടൻ ഇല്ലാതായാൽ അതൊരു അനാഥാലയം പോലെയാകും, അനാഥപ്രേതാലയം പോലെ ആയിപ്പോവും. ഒരൊച്ചയും ബഹളം. നൂന പറഞ്ഞ പോയിന്റുകളെല്ലാം കറക്റ്റാണ്. അപ്പോൾ ആ നൂറയ്ക്ക് കൃത്യമായിട്ട്, നൂറയ്ക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, നൂറയ്ക്ക് ഇഷ്ടമാണ്. ആദ്യം മുതലേ ഞാൻ ഓർക്കുന്നുണ്ട്, അതിലൂടെ പലവട്ടം പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, അനീഷേട്ടൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന എനിക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളെങ്കിൽ വലിയ ഒരു വഴക്ക് അവർ തമ്മിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നൂറയ്ക്ക് കിട്ടുന്നതിന് പകരം അനീഷിൻ്റെ പേര് അവിടെ ഉണ്ടായിരുന്ന ആര്യനോ അല്ലെങ്കിൽ ആ നെവിനോ അക്ബറിനോ അങ്ങനെ ആർക്കെങ്കിലും ആയിരുന്നു കിട്ടണമെങ്കിൽ അവരെന്തായിരിക്കും അനീഷിനെ കുറിച്ച് പറയാൻ പോവുക? അനീഷേട്ടൻ ഈ ഹൗസിലില്ലായിരുന്നെങ്കിൽ എന്താ അവർ പറയാൻ പോകുന്ന വാക്കുകളൊക്കെ നമ്മൾ കുറേ ദിവസമായിട്ട് അവരുടെ വായിൽ നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് കേൾക്കുകയാണല്ലേ അനീഷിനെ കുറിച്ച് പറയുന്നത്. ആര്യനൊക്കെ പറയുന്നത് എനിക്കൊരു കള്ളൻ ഇവിടുന്ന് പോയി എന്ന് തോന്നും എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. അല്ല, ഞാനിങ്ങനെ ആലോചിക്കുക, ശരിക്കും കറക്റ്റ് നൂറയുടെ കയ്യിൽ തന്നെ അനീഷിൻ്റെ പേര് കിട്ടി. അതുകൊണ്ട് നല്ല രീതിയിൽ നൂറയ്ക്ക്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു കാര്യം അനീഷിനെ കുറിച്ച് കേൾക്കാൻ സാധിച്ചു. അനീഷിന് കിട്ടിയത് ഷാനവാസിൻ്റെ പേരാണ്. അനീഷും അവിടെ ഷാനവാസിനെ കുറിച്ച് വളരെ നന്നായി സംസാരിച്ചു. അനീഷ് ശരിക്കും ഹൃദയത്തിൽ നിന്നാണ്. അനീഷിൻ്റെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നൂറയ്ക്ക് അനീഷിനെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ തന്നെ അനീഷിൻ്റെ കയ്യിൽ തന്നെ ഷാനവാസിനെ കിട്ടി. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അനീഷിന് പറയാനുള്ളത്, അനീഷിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ വാക്കുകൾ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. അതും നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനുമോള് പല കാര്യങ്ങളിലും കൃത്യമായിട്ട് തന്നെ ഇന്നലെയും അനുമോൾക്ക് പോയിന്റുകൾ പറയാൻ സാധിച്ചിട്ടുണ്ട്. ആര്യൻ പുറത്തായതിന് ശേഷം അനുമോളുടെ PR കാരണമാണ് താൻ പുറത്തായതെന്നൊക്കെ പറയുന്നത് കേട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ആര്യനൊക്കെ ഫസ്റ്റ് തന്നെ പോകേണ്ടതല്ലേ, എത്രയോ കാലം മുമ്പേ പോകേണ്ടതാണ്. ആ ഓണം എപ്പിസോഡ്, പിന്നെ 1-2 വിഷഫ്രീ, അങ്ങനെയൊക്കെ അങ്ങ് ആര്യൻ ഇവിടം വരെ എത്തിയതാണ്. ഈ ഒരു മായാമോഹിനി ടാസ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് ടാസ്കിലോ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് പുള്ളിയെ വിന്നറാക്കാൻ പറ്റുമോ? ആ രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത് കേട്ടെ. ആര്യൻ പറയുന്ന അനുമോളുടെ PR കാരണമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ പുറത്തിറങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ അവിടെ നിൽക്കുന്നവരൊക്കെ അവരുടെയൊക്കെ PRകളുണ്ടെന്ന് നമ്മൾ ഔട്ടായി പോകുന്നതെന്ന് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രേക്ഷകരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല അവരൊന്നും.
പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കണം. അവരവിടെ ചെന്ന് ഞാൻ വലിയ ക്രിക്കറ്ററാണ്, അല്ലെങ്കിൽ ഞാൻ വല്ല ഫിസിക്കൽ ടാസ്ക് ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു പേഴ്സണാലിറ്റി ഇല്ലാതെ അവിടെ നിന്നാൽ പ്രേക്ഷകർ എങ്ങനെ ഇഷ്ടപ്പെടും? ശരിക്കും പറഞ്ഞാൽ ഇത് പേഴ്സണാലിറ്റി ഗെയിം ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ടാസ്ക് മാത്രം പെർഫോം ചെയ്യാനുള്ള ഒരു ഷോ അല്ല. അല്ലെങ്കിൽ അവരുടെ ഒരു ഡബിൾ മീനിങ് അത് ഇതൊക്കെ പറഞ്ഞ് അവിടെ നിലനിൽക്കാനുള്ളതല്ല. അവിടെ ശരിക്കും ആളുകൾ അവരുടെ ഓരോ വാക്കുകൾ, ഓരോ പ്രവൃത്തികൾ, അവരുടെ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജഡ്ജ് ചെയ്തിട്ടാണ് ആ ഷോയിൽ അവരെ നിലനിർത്തുന്നത്. അപ്പോൾ ഇതൊന്നും ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഒറ്റയാളും മനസ്സിലാക്കുന്നില്ല. തങ്ങൾ എന്താണ് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഗെയിമിൽ എന്ത് പോരായ്മ ഉണ്ടായിരുന്നു എന്നല്ല ആരും ചിന്തിക്കുന്നത്. എല്ലാവരും അവിടെ നിൽക്കുന്നവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് നിർത്തിയവരാണ്. 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ടോപ്പ് 5 വരാൻ അർഹരായവർ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ സീസൺ 7 തുടക്കം മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനീഷ് കപ്പ് ഉയർത്തണം എന്നാണ്. അനുമോൾ ടോപ്പ് 2 ഉണ്ടാവണം എന്നാണ് ഞാൻ. ഈ ടോപ്പ് 2 എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും തന്നെയായിരിക്കണം. ലാലേട്ടൻ്റെ കൈ പിടിച്ച് അവർ തന്നെയായിരിക്കണം അവിടെ നിന്ന് അവസാനം ഇറങ്ങേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരാണല്ലോ ആദ്യം കയറിയത്. എന്തായാലും എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.